എടാ വാഴാറ്റും എങ്ങനെയുണ്ടോ? അത് നല്ല പടമാണെന്ന് കേൾക്കുന്നുണ്ട്, നല്ല റിവ്യൂ ഒക്കെ പറയുന്നുണ്ട് ആൾക്കാർ. എടാ നമുക്ക് പോയി കണ്ടാലോ? പിന്നെന്താ, നീ റെഡിയല്ലേ? ഞാൻ റെഡിയാ. നീയോ? നമുക്ക് ജോണിക്കുട്ടീനെ കൂട്ടണ്ടേ? പറഞ്ഞ മാതിരി ജോണിക്കുട്ടി എവിടെയാ? ജോണിക്കുട്ടി കുമ്പസാരിക്കാൻ കയറിയിട്ട് കുറേ നേരമായി. മിക്കവാറും പ്രാർത്ഥനയൊക്കെ ചൊല്ലി ഇരിക്കുമായിരിക്കും അവിടെ. വരുന്ന എടാ ഒന്നും പറയണ്ട, ആകെ പെട്ടുപോയി. എടാ എവിടെയായിരുന്നു ഇത്ര നേരം? കുമ്പസരിക്കാൻ പോയിരിക്കായിരുന്നു, അവിടെ ആകെ പെട്ടു. അവിടെ എന്താ ക്യൂ കൂടുതലായിരുന്നോ? ക്യൂ ഒന്നും ആയിരുന്നില്ല. ആൻഡ്രൂസ് അച്ഛൻ കുറെ പ്രാർത്ഥനകളൊക്കെ എന്നിട്ട് അത് ചൊല്ലി തീരണ്ട്. ജോസ്മോനാണെങ്കിൽ ഇപ്പോഴും അവിടെ ചൊല്ലിക്കൊണ്ടിരിക്കുക പ്രാർത്ഥനകൾ. എടാ മക്കളെ, അങ്ങനെയൊന്നും അല്ല. നിങ്ങൾക്ക് എങ്ങനെയാണ് അങ്ങനെ ഒരു ചിന്ത വരുന്നത്? കാരണം അങ്ങനെയൊന്നും കുമ്പസാരത്തിലൊരു വൈദികൻ നിങ്ങളെക്കൊണ്ട് പറ്റാത്ത രീതിയിൽ തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കുന്ന പോലെ ഒരിക്കലും പ്രായശ്ചിത്തം നൽകുമൊന്നുമില്ല. പ്രായശ്ചിത്തം എന്ന് പറഞ്ഞാൽ ഒരു അനുതാപിയെ സംബന്ധിച്ചിടത്തോളം, ഒരു പാപിയെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ കുമ്പസാരിക്കാൻ വന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഏതാനും ചില നന്മപ്രവർത്തികൾ, പുണ്യപ്രവർത്തികൾ, ചില പ്രകരണങ്ങൾ, ചില പ്രാർത്ഥനകൾ, നന്മ നിറഞ്ഞ മറിയം, അല്ലെങ്കിൽ വലിയ വലിയ പ്രായശ്ചിത്തം ഒന്നും നൽകില്ല. നിങ്ങൾക്ക് ആർക്കും ലഭിച്ചിട്ടുണ്ടോ അങ്ങനെ ഒരു വൈദികനും നൽകുകയില്ല. കാരണം കുമ്പസാരം എന്ന് പറയുന്നത് അനുതാപിക്ക് പാപങ്ങൾ ഏറ്റു പറയാനുള്ള വേദിയാണ്. അത് വീണ്ടും ആ പാപിയെ അല്ലെങ്കിൽ ആ പാപം ചെയ്യുമ്പോൾ വീണ്ടും വന്ന് കുമ്പസാരിക്കണം എന്നുള്ള ചിന്ത അവർക്കുണ്ടാകേണ്ട ഒരു കാര്യം കൂടെ, അങ്ങനെയും കൂടെ അതിൻ്റെ ഒരു വേദിയാണ്. അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല. കുമ്പസാരക്കൊണ്ടിരിക്കുന്ന വൈദികൻ എന്ന് പറയുന്നത് ഒരു മനുഷ്യനായ വ്യക്തിയൊന്നുമല്ല. അത് മനുഷ്യനായ വ്യക്തിക്ക് ഒരിക്കലും പാപം മോചിക്കാൻ സാധിക്കില്ല. അത് നിർബന്ധമായിട്ടും നിശ്ചയമായിട്ടും അത് തമ്പുരാൻ തന്നെയാണ്, ഈശോ തന്നെയാണ് കുമ്പസാരക്കൊട്ടിൽ. അതുകൊണ്ട് ആ പാപം കേൾക്കുന്ന ആൾ ഈശോ തന്നെയാണ്. അപ്പോൾ ഈശോയ്ക്ക് നിങ്ങളോട് തോന്നുന്ന എന്താണ് ചിന്ത, വാത്സല്യം എങ്ങനെയാണ്, ഒരു പാപിയോട് ഈശോ എങ്ങനെയാണ് കരുണ കാണിക്കുന്നത്, ആ രീതിയിൽ മാത്രമാണ് കുമ്പസാരക്കൊട്ടിലിരിക്കുന്ന വൈദികൻ ചെയ്യുള്ളൂ. അതൊരിക്കലും ഒരു പാപിയെ സംബന്ധിച്ചിടത്തോളം, വനിതാപിയെ സംബന്ധിച്ചിടത്തോളം, ഏറ്റുപറയുന്നവനെ സംബന്ധിച്ചിടത്തോളം പറ്റാതാകുന്ന തരത്തിലുള്ള ഒരു കാര്യങ്ങൾ ചെയ്യില്ല. ചെറിയ പ്രകടനങ്ങൾ മാത്രമേ തരികയുള്ളൂ. അത് വെറും തെറ്റിദ്ധാരണയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ ഉണ്ടായിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.